കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവെ. കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, നിൻ്റെ മുൾക്കിടത്ത് പോകുന്ന വിശുദ്ധമായ രക്തം കർത്താവ് എല്ലാ മക്കളുടെ മേലും രോഗികളുടെ മേലും നീ വായിക്കണം പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷനുള്ള രോഗികൾ, ഉറക്കമില്ലാത്ത രോഗികൾ, മാനസികമായ ഭാരപ്പെടുന്നവർ, അവ മനസ്സിടിഞ്ഞു പോയവരുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങൾ കാരണം വിശ്വാസ തകർച്ച സംഭവിച്ചവരുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട്, പ്രാർത്ഥിക്കാൻ വാക്ക് കിട്ടാത്തവരുണ്ട്, എന്തിന് പ്രാർത്ഥിക്കണമെന്ന് ഓർത്തിട്ട് മനസ്സ് സങ്കടപ്പെടുന്നവരുണ്ട്. അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലതുകരം ഈ നിമിഷം സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തൊഴിൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി പ്രതിസന്ധിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പണം അന്യൻ്റെ കയ്യിൽ അകപ്പെട്ടു പോവുകയും അതുപോലെ നിത്യവൃത്തിക്ക് വിഷമനുഭവിക്കുന്ന പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് പഴിചാരി കുറ്റവും പഴിയും ചാരിക്കൊണ്ട് പരസ്പരം കലഹിച്ച് കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിവാഹം കഴിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, ഈ കാലഘട്ടങ്ങളിൽ നിന്നെ നാം വിളിച്ചപേക്ഷിക്കുന്ന മക്കൾ ലജ്ജിക്കുവാൻ ഇടയാക്കലെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ കർത്താവ് എപ്പോഴും ഹൃദയത്തിൽ വേദന, എപ്പോഴും മനസ്സ് മുഖത്തും ആനതയൊക്കെ ആയിട്ട് നടക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇങ്ങനെ കുടുംബത്തിൽ ഇങ്ങനെ ഓരോ രീതിയിൽ കുടുംബത്തിലൂടെ കയറാൻ പറ്റണില്ല, എങ്ങനെയെങ്കിലും ചാടി പുറത്തു പോയാൽ മതി, എവിടെയെങ്കിലും ഇപ്പോൾ തുരഞ്ഞാൽ മതി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വല്ലാത്ത ഭാരം അനുഭവിക്കുന്നവരുണ്ട് കർത്താവ്. എപ്പോഴും നെഗറ്റീവ് ചിന്ത, സാമ്പത്തിക ബാധ്യത കൊണ്ടും കുടുംബത്തിലെ കലഹങ്ങൾ കൊണ്ടും ജീവിതത്തിൽ ഒരിടത്തും എത്തിയിട്ടില്ലെന്നുള്ള സങ്കടങ്ങൾ കൊണ്ടും എപ്പോഴും മോശമാരകമായ ചിന്തകളാൽ കൊണ്ട് കർത്താവ് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ ഓരോരോ ജീവിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിസ്തദ്രമായിട്ട് കർത്താവ് ജാഗ്രതയോടെ കർത്താവെ മുന്നേറുന്ന വ്യക്തികളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയും. മക്കളെ വളർത്തി ഉള്ളത് കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ മക്കളെ വളർത്തിയെങ്കിലും മക്കൾ വളർന്നു വന്നപ്പോൾ മാതാപിതാക്കന്മാർ അംഗീകരിക്കാത്ത അവരെ കൊച്ചാക്കുകയും അതുപോലെ അവർ ചെയ്തതിനെ അവഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. സങ്കടങ്ങൾ സഹിക്കാൻ പറ്റാത്ത വേദന അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് ഈശോയെ. ഭവനരഹിതരുണ്ട് ഈശോയെ. ഭവനമില്ലാത്തവർ, ഉള്ള ഭവനത്തിൻ്റെ പണി പൂർത്തി നിർത്തിക്കളഞ്ഞവർ, ഇനി 5 പൈസ കാലണവരോടൊന്നും കിട്ടാൻ നിവൃത്തിയില്ലാതെ എങ്ങനെ ഇനി ജീവിക്കുമെന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട് ഈശോ. ഇങ്ങനെ ഓരോരോ തരത്തിൽ വിവാഹം കഴിച്ചതിന് ശേഷം കിടത്തായി അവിടെ ജീവിക്കാൻ പാടില്ല, നിവൃത്തിയില്ലാതെ സ്വന്തം വീട്ടിലോട്ട് ഒളിച്ചോടി വന്ന് താമസിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാവരെയും സന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. എല്ലാം മാറ്റാൻ അങ്ങേക്ക് അരനാഴിക നേരം പോലും വേണ്ട കർത്താവ്, 1/2 സെക്കൻഡ് മതി. എൻ്റെ കർത്താവിൻ്റെ വീട്ടിൽ കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും സന്ധിപ്പും സമാധാനവും സമാശ്വാസവും സൗഖ്യം ലഭിക്കാൻ ഇടയാക്കണമെന്ന് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വീശ്വര എന്നേക്കുവാമേൻ. കർത്താവ്, ഇന്ന് കടന്നു പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന ചർച്ചകൾ, എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കർത്താവിൻ്റെ കൃപയിൽ നിറയട്ടെ. ഞങ്ങളുടെ ചിന്തയ്ക്കോ ബുദ്ധിക്കോ അതീതമായി ആകസ്മികവും അവിസ്മരണീയമായി സംഭവിക്കുന്ന, അവിചാരിതമായി സംഭവിക്കുന്ന എല്ലാ തിന്മകളും യേശു ക്രിസ്തു നാമത്തിൽ ഉച്ചാരണം ചെയ്യപ്പെടട്ടെ. I command you in the name of Jesus Christ, you be blessed.